കാറിൽ പോകുന്ന അപകടം. ലക്ഷണം കണ്ടിട്ട് ഇനി അധികം ദൂരം ഇല്ലെന്നാ തോന്നുന്നത്. നമുക്ക് നടന്നു പോകുന്നതായിരിക്കും സുരക്ഷിതം. കുറച്ചു ദൂരം പോയി നോക്കിയാലോ? വെളിച്ചം മുകളിലേക്ക് ചെല്ലുമ്പോൾ അവർ ശ്രദ്ധിക്കും. കാർ എവിടെങ്കിലും മാറ്റിയിട്ടു. പെട്ടെന്ന് ആരുടെയും കണ്ണിപ്പെടാത്തൊരൊഴിഞ്ഞ് വളവ് നോക്കി പാർക്ക് ചെയ്താൽ മതി. ആ, കാറിന്റെ ആരെങ്കിലും പണിയോ? കാറ്റുകുത്തിയോടോ മറ്റോ ചെയ്താൽ നമ്മളാ കുടുങ്ങി പോകും. രാത്രിയായില്ലേ, ഇനി സാരമില്ല. ഗ്രാമപ്രദേശം ആയതുകൊണ്ട് വലിയ ശല്യം ഉണ്ടാകാൻ സാധ്യതയില്ല. ഞാനിവിടെ നിൽക്കാം. ജെയിംസ് പോയി കാർ പാർക്ക് ചെയ്തിട്ട് വാ. പെട്ടെന്നാരുടെ കണ്ണിപ്പെടാത്ത സ്ഥലത്താണോ കാർ പാർക്ക് ചെയ്ത്? കുഴപ്പമില്ല, പോ. നോക്കി നടക്കണം, പാമ്പുകളുള്ള സ്ഥലമാണ്. ഇവിടെ കടിച്ച പാമ്പ് ചത്തുപോകും. ചേരയും നീർക്കോലേക്ക് ഇവിടെ കടിച്ച പിന്നെ അവറ്റകൾ രാജവമ്പാലാവും. ഏതോ ഒരു വണ്ടിയുടെ വെളിച്ചം. അത് ചിലപ്പോൾ ഷെട്ടിയുടെ വണ്ടിയായിരിക്കും. കാട്ടിലോട്ട് കയറിക്കോ, അല്ലാതെ രക്ഷയില്ല. ആരും ടോർച്ച് തെളിയിക്കരുത്, ഒരു അനക്കം പോലും ഉണ്ടാകരുത്. ഇനി നോക്കി നിൽക്കാതെ വേഗം പോവാം. ഒന്ന് വേഗം പാടി. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ രക്ഷപ്പെട്ടെന്നവർക്ക് മനസ്സിലാവും. പിന്നെ കാട് മുഴുവൻ അവർ അരിച്ചു പറക്കും. മെയിൻ റോഡിലെത്തി നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ലേ? പൈസനിപ്പോഴേക്ക് അക്കരെ കിടക്കണം. മെയിൻ റോഡിൽ എത്തണമെങ്കിൽ കിലോമീറ്റർ കുറെ ഉണ്ട്. രാത്രി മുഴുവൻ കാട്ടിൽ ഒളിച്ചിരുന്നല്ലോ. ഷെട്ടിക്ക് ഒരു ഡസൻ വേട്ടപ്പട്ടികളുണ്ട്. എല്ലാത്തിനെയും കാട്ടിലേക്ക് ഇറക്കി വിട്ട് തിരഞ്ഞു പിടിക്കും. വേഗം നടക്ക്, വാ. ശങ്കർ, ശങ്കർ, ഇവനെന്ത് എവിടെ പോയി? എന്താ ഇത്? എന്താ പറ്റിയ? എവിടെ നരേന്ദ്രൻ തമ്പി കൽപ്പനയും? അവര് അവരെവിടെയെന്ന്? അവര് രക്ഷപ്പെട്ടു. നോയിന്റെ മക്കൾ. എത്ര സമയമായി കാണൂടാ അവര് പോയിട്ട്? അരമണിക്കൂർ കൂടുതലായിട്ടില്ല. നീ പരിസരത്ത് മുഴുവൻ നോക്ക്, എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടാവും. രാത്രി ആയതുകൊണ്ട് കാട്ടിൽ കയറാൻ സാധ്യതയില്ല. റോഡേ തന്നെയായിരിക്കും പോയിട്ടുള്ളത്. റോഡയാണെങ്കിൽ നമ്മൾ വന്ന വഴിക്ക് കാണേണ്ടതല്ലേ? നമ്മുടെ വണ്ടിയുടെ വെളിച്ചം കണ്ട് എവിടെയെങ്കിലും പതുങ്ങി കാണും. വെളിച്ചമില്ലാത്ത കൊണ്ട് കാട്ടിൽ കൂടെ അവർക്ക് നീങ്ങാൻ പറ്റില്ല. വെളിച്ചം എവിടെ കണ്ടാലും നമുക്ക് കണ്ടുപിടിക്കാം. പൈസനിപ്പുഴ കടക്കാൻ സമ്മതിക്കരുത്. വാ, വണ്ടി കയറ്.
അവര് തിരിച്ചു വരുന്നുണ്ട്. വേഗം കാട്ടിലേക്ക് കയറിക്കോ. വാ. ഇനി റോഡിൽ കയറുന്ന അപകടമാണ്. അവര് റോഡരികിൽ എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചിരുന്ന് പിടിക്കും. അപ്പൻ എന്ത് ചെയ്യും? കാട്ടിക്കൂടെ പോകേ രക്ഷയുള്ളൂ. പക്ഷെ സൂക്ഷിക്കണം. പാമ്പ്, കാട്ടാന, പുലി. താനൊന്ന് പേടിപ്പിക്കാതോ. വാ. കുറച്ചപ്പുറത്ത് പാറമടയുണ്ട്, സൂക്ഷിച്ചു പോവാ. വേഗം. ഇത് ദൂരം കുറച്ചുണ്ടല്ലോ. കുറച്ചുണ്ട്. വണ്ടി തിരിച്ചു വരുവാൻ തോന്നുന്നു. വാ, വേഗം കാട്ടിൽ വിളിച്ചോ. അവന്മാരെ നിർത്തി. വേഗം കാട്ടിലോട്ട് കയറിക്കോ. അവന്മാര് പുറകെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ പോയാൽ നമ്മൾ എവിടെ എത്തും? തൽക്കാലം അവന്മാരുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാം. തൊട്ടടുത്ത് വേറെ വഴിയുണ്ട്, നമുക്ക് അതിലേ പോവാം. വാ. അവന്മാരെ നമ്മളെ കണ്ടുവെന്ന് തോന്നുന്നു. വേഗം ഇവിടെ രക്ഷപ്പെടാൻ നോക്ക്. അവരല്ലേ അത്? പോവാം. നീയോട് രക്ഷപ്പെടാൻ നോക്ക്. നീയോട് രക്ഷപ്പെട്ടോ. ഇവന്മാരെ നോക്കാൻ ഞാൻ മതി. എന്താ? ആ സ്ത്രീ ഇവിടെ സാറേ. ഒരു ഭയങ്കര നിലവിളി ശബ്ദം കേട്ടല്ലോ. ഞാനും കേട്ടതാ. പിന്നെ ഒരു അനക്കൂലല്ലോ. പുലി പിടിച്ചാണോ സാറേ? അവള് പുലിയെ പിടിക്കുന്നവളാ.
അവളെ ഒരു പുലിയും പിടിക്കില്ല. പാറമടയിലെങ്ങാനും വീട് കാണുമോ സാറേ? അവിടെ ഒരു പാറക്കുളമുണ്ട്, വെള്ളവും പായലും നിറഞ്ഞു കിടക്കുക. 100 അടി താഴ്ച. ഉള്ളതാണോടോ? വല്ലപ്പോഴും കാട്ടുമൃഗങ്ങൾ വീണ് ചാകാറുള്ളതാ. എങ്കിൽ ഒരു കാട്ടുമൃഗം കൂടി വീണെന്ന് കരുതിക്കോ. വാ പോകാം. താൻ വേണം വഴി കാണിച്ചു തരാനായിട്ട്. വാ സാറേ, ഇതിലേ പോവാം. നമ്മൾ എവിടെയാണെന്ന് പോലും തിരിച്ചറിയില്ലല്ലോ. ഈ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ തിരിച്ചു നടക്കുവന്നാ. എവിടെ വെച്ച് നമ്മളും ചുറ്റിത്തിരിഞ്ഞു. ശരിയാ, എനിക്കും അങ്ങനെ തോന്നുന്നു. തിരിച്ചുപോയി വേട്ടനായ്ക്കളുമായി വരാം. അവന്മാരെ കൂടി തിരിച്ചു വിളിക്കേ. ആരോ വിസിലടിച്ച പോലെ ഉണ്ടല്ലോ. ഷെട്ടിയുടെയും ടീമിന്റെ സിഗ്നൽ ആയിരിക്കും. ശിവജി പറഞ്ഞ ശരിയാ, നമ്മൾ തിരിച്ചു നടക്കായിരുന്നു. ദാ റോഡിലെത്തി. ദേ നോക്ക്. പരിസരത്തും ആരും ഇല്ലെന്ന് തോന്നുന്നു. വാ നോക്കാം. പിടിക്കണ അവരെ. ശിവജി, നരേന്ദ്ര തമ്പിയുടെ വലങ്കൈ. അതെ, സാബിന്റെ വലങ്കൈ തന്നെയാ. എവിടെ എന്റെ സാബ്? ഓഹോ, അവനെ നിനക്ക് കിട്ടിയില്ല അല്ലേ? എവിടെ എന്റെ സാബ്? ഏത് ഒളിത്താവളത്തിലെ പാർപ്പിച്ചിരിക്കുന്നേ? അവനെ ഞാൻ കൊന്നു. അവന്റെ ശവം കാട്ടിലെ കുറുനരികൾ എറിഞ്ഞു കൊടുത്തു. ശിവജി ഓടിക്കോ, അതോട് രക്ഷ. ശിവജി വാ, ഒന്ന് വണ്ടി കയറ്. എന്റെ സാബിന് എന്തൊന്നും പറ്റിയെന്നറിയാതെ ഞാൻ. ശിവജി ഇവരുമായിട്ട് ഗുസ്തി പിടിച്ച നരേന്ദ്ര തമ്പി കിട്ടോ? ശിവജി ഒന്ന് വണ്ടി കയറാൻ. ശിവജി ഒന്ന് കാറി കയറാൻ. അടിച്ചു കൊല്ലണവനെ. ശിവജി വരാൻ വരാനാ പറഞ്ഞേ. ഒന്ന് വണ്ടി കയറി വേഗം ചെന്ന് പിടിക്കണവന്മാരെ. അവന്മാരെ ജീവനോടെ വിടരുത്. ശിവജി വരാൻ വേഗം ഒന്ന് വണ്ടി കയറി. ശിവജി വേണ്ട, വണ്ടി കയറാം. ശിവജി കയറി വിടന്നെ വേഗം. നിങ്ങൾ ഇത്രയും പേരുണ്ടായിട്ട് അവന്മാരെ പിടിക്കാൻ പറ്റില്ലടാ. ചെന്ന് വണ്ടി എടുക്കണ. അവന്മാരെ മുള്ളേരിക്കപ്പുറം വിടരുത്.
കൊറങ്ങിയത്തെ കുറവന്റെ മാതിരി അവൻ നിന്നെ കളഞ്ഞേച്ചു പോയോ? ആരുടെ കാര്യം അമ്മ പറയുന്നേ? നിന്റെ കെട്ടിയോൻ, ആ ടാക്സിക്കാരൻ CID. അല്ല, 2 ദിവസമായി അവന്റെ തല കണ്ടിട്ട്. അമ്മയ്ക്കിപ്പൊ എന്റെ കെട്ടിയോനെ കണ്ടിട്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? അയ്യോടി, എനിക്ക് ഒരു അത്യാവശ്യമില്ല. അവന്റെ തിരുമോന്ത കാണാതിരുന്ന അത്രയും സന്തോഷം. അവൻ നിന്നെ ഉപേക്ഷിച്ചു പോയോന്നല്ലേ ചോദിച്ചേ? വീടും കുടുംബവും ഇല്ലാത്തവന് എങ്ങോട്ടാ പോകാൻ വയ്യാത്തേ? ഇനി എന്റെ കെട്ടിയോൻ എന്നെ ഉപേക്ഷിച്ചു പോയാലും ശരി, അമ്മ പേടിക്കണ്ട. ഞാൻ നാട് മുഴുവൻ നടന്ന് കൈ നീട്ടിയാലും ശരി, അമ്മ എനിക്ക് ചെലവിന് തരണ്ട. പിന്നെ നീ എങ്ങനെ 3 നേരം ഉരുട്ടി വിഴുങ്ങോടി? വേറെ ആരെങ്കിലും ഉണ്ടോ നിനക്ക് അയച്ചു തരാൻ? എന്റെ കാര്യം ഓർത്ത് അമ്മ വിഷമിക്കണ്ട. അമ്മയുടെ മൂത്ത മോളെ ഹരിക്കുട്ടിനെ ഓർത്ത് വിഷമിച്ചാ മതി. മൂത്ത മോളെ ഓർത്ത് ഞാനെന്തിനാണ് വിഷമിക്കുന്നേ? അല്ല, എന്തർത്ഥത്തിലാ നീ അങ്ങനെ പറഞ്ഞേ? എനിക്ക് മനസ്സിലായില്ല. അമ്മയുടെ മൂത്ത മോളെ പോലെ ഉണ്ടു ഉറങ്ങി ഞാൻ സമയം പാഴാക്കാറില്ലെന്ന് മനസ്സിലായോ? എന്തെങ്കിലും ജോലി ചെയ്ത് അന്തസ്സായി തന്നെ ജീവിക്കും. പിന്നെ നീ അങ്ങോട്ട് ഓടിച്ചെന്നാലുടനെ എടുത്തു വെച്ചിരിക്കല്ലേ ജോലി? അതിനുള്ള പഠിപ്പും പരിശീലനം ഉണ്ടോടി നിനക്ക്? പഠിക്കാൻ വിട്ട പെണ്ണ് പാതി വഴിക്ക് നിർത്തിയിട്ടും മോശം പിടിച്ച ഒരു ടാക്സിക്കാരന്റെ കൂടെ ഓർത്ത കലി വരണിക്കും. ടാക്സിക്കാരനെ ഞാൻ സഹിച്ചു. എനിക്ക് തൃപ്തിയാണെങ്കിൽ പിന്നെ അമ്മയ്ക്ക് എന്താ ദണ്ണം? ഓ, സഹിച്ചു. ഇടി, എങ്ങനെ ജീവിക്കേണ്ടവളാടി നീ? വല്ല കളക്ടറോ എഞ്ചിനീയറോ അതും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉയർന്ന ഉദ്യോഗത്തിൽ ഇരിക്കേണ്ടവളായിരുന്നില്ലേ? ഓ, ടാക്സിക്കാരനെ കൊണ്ട് തൃപ്തിയായത്രേ. വല്ല ഹോട്ടലിൽ നിന്ന് അവൻ വാങ്ങിക്കൊണ്ടിരുന്ന ഭക്ഷണപ്പൊതിയാ നിനക്ക് ജീവിതം അല്ലേടി? തെറ്റ തള്ളമാർക്ക് അറിയത്തുള്ളൂ മക്കളുടെ ജീവിതം ഒരിടത്തും എത്താതെ പോകുന്നതിന്റെ വിഷമം. അമ്മ കാരണം ഇങ്ങനെയൊക്കെ വന്നത്. നീരജ ചേച്ചിയുടെ ജീവിതം തൊലഞ്ഞതും ഞാൻ ഇങ്ങനെ ആയതും എല്ലാം അമ്മ കാരണോ. ദീപയെ അമ്മ കൊണ്ടുപോയതുകൊണ്ട് അവള് ചിലപ്പോ രക്ഷപ്പെട്ടേക്കും. ഞാൻ കാരണോ അല്ലേ? ഞാൻ എന്ത് ചെയ്തടി പറടി? അമ്മയുടെ മോനല്ലായിരുന്നു അമ്മയ്ക്ക് വലുത്. ആവശ്യമില്ലാതെ ഹരീഷിനെ എടുത്ത് തോളെ കയറ്റിയിരുത്തി. അതിന്റെ ഫലം അവൻ തിരിച്ചു തരുന്നുണ്ടല്ലോ. ചുമ്മാ വേണ്ടാതിനെ പറഞ്ഞാലുണ്ടല്ലോ. മോനെ തൊട്ടപ്പോ അമ്മയ്ക്ക് നൊന്തു അല്ലേ? എല്ലാം മുടിച്ച് എല്ലാത്തിനെയും വഴിയിലിറക്കി വിട്ടിട്ടും അവനെ തൊട്ട അമ്മയ്ക്ക് കലിയിളകും അല്ലേ? അമ്മ ഇതുകൊണ്ടൊന്നും പഠിക്കാൻ പോകുന്നില്ല. പൊന്നുമോൻ തന്നെ പഠിപ്പിച്ചു തരും. ഓ, ഇനി ഞാൻ എന്ത് പഠിക്കാനാടി? നീയൊക്കെ പഠിക്കും. ഞങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണല്ലോ അമ്മ ഉണ്ടായിരുന്നതെല്ലാം നശിപ്പിച്ചതും പണയപ്പെടുത്തിയതും. പണയപ്പെടുത്തിയതെല്ലാം ഈ സുധർമ്മ തിരിച്ചു പിടിക്കോടി. പഴയതിനേക്കാൾ അന്തസ്സോടെ പാലപ്പടിക്കൽ തറവാട്ടിൽ ചെന്ന് താമസിക്കുകയും ചെയ്യും. നീ നോക്കിക്കോ. അമ്മയുടെ പുന്നാരമോൻ സ്ഥിരമായിട്ട് ജയിലിൽ തന്നെ താമസം തുടങ്ങിയ ചിലപ്പോ നടന്നേക്കും. അവനെ കൊണ്ടാണോ നിനക്കൊക്കെ ഇരിക്കപ്പുറത്തില്ലാത്തത്? സംശയം എന്താ? ആപത്ത് കാലത്ത് സ്വന്തം മക്കളാ കൂടെ നിൽക്കേണ്ടത്. അവര് പോലും ഇപ്പൊ ശത്രുപക്ഷത്ത്. എന്റെ തലവിധി, അല്ലാതെ എന്ത് പറയാനാ? അമ്മേ, എന്റെ ഒരു ചുരിദാർ കാണാനില്ല. എവിടെ പോയി നിന്റെ ചുരിദാറ്? കഴുകി അയയിലിട്ടിരുന്നതാ. ഇപ്പൊ നോക്കിട്ട് കാണുന്നില്ല. കാറ്റത്ത് താഴെ എങ്ങാനും വീണ് കാണും. നീ നന്നായിട്ട് എല്ലായിടത്തും നോക്കിയോ? ടെറസിലില്ല. വീടിന് ചുറ്റും നോക്കി, എങ്ങും കാണുന്നില്ല. പിന്നെ അത് എവിടെ പോവാൻ? നീ അത് കഴുകാൻ എടുത്തോന്ന് മുറിച്ചെന്ന് ഒന്നുകൂടി നോക്ക്. എടുത്തമ്മേ, ഞാനല്ലേ കഴുകിയത്. സ്റ്റോൺസ് മെറ്റൽസ് ഉള്ളോണ്ട് വാഷിംഗ് മെഷീനിലിട്ട കേടാകുമല്ലോ എന്ന് കരുതിയാ ഹാൻഡ് വാഷ് ചെയ്തത്. അമ്മ ഓർക്കുന്നില്ലേ? ചുവപ്പും നീലിലെ സ്റ്റോൺ വർക്കും ഒക്കെ ചെയ്ത്. 8000 രൂപയുടെ ചുരിദാറോ? അത് കൊണ്ടുപോയി കളഞ്ഞു അല്ലേടി? കളഞ്ഞതൊന്നുമല്ല, ആരും അടിച്ചു മാറ്റിയതാ. ഓ, ഇവിടെ ആരും ചുരിദാർ മോഷ്ടിക്കാൻ? നീ ഒന്നുകൂടി ഒന്ന് തെരഞ്ഞു നോക്ക്. അല്ല അമ്മേ, ആരും എടുത്തതാ. ആ വിജിതയാണോന്ന് എനിക്ക് സംശയമുണ്ട്. അവളങ്ങനെ ചെയ്യൂടി? എടുത്താൽ തന്നെ ഇട്ടോണ്ട് നടക്കാൻ പറ്റുമോ? നമ്മൾ കാണുമെന്ന് അവൾക്ക് അറിയരുതോ? നമ്മൾ ഇവിടുന്ന് പോയി കഴിയുമ്പോ അവൾക്ക് ഇടാലോ. വാ, നമുക്കൊന്ന് ചോദിക്കാം. അമ്മേ, അവൾക്ക് നമ്മളോട് വാശിയും വൈരാഗ്യം ഉണ്ടല്ലോ. എടുത്തിട്ട് അവൾ അത് കത്തിച്ചു കളയും, അല്ലെങ്കിൽ ആർക്കെങ്കിലും ദാനം ചെയ്യും. എന്ത് ചെയ്താലും നമുക്കല്ലേ നഷ്ടം. അതിനു വേണ്ടി അവൾ അത് ചെയ്യാനും മടിക്കില്ല. ആഹാ, എന്നൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. നീ ഇങ്ങോട്ട് വാ. ഇന്നിവിടെ ഒരു ഭൂകമ്പം നടക്കും. അമ്മയും കൊള്ളാം, മോളും കൊള്ളാം, ഇവിടെ ഉള്ളവരും കൊള്ളാം. കുഞ്ഞമ്മേ, ഇവിടെ
ഒന്ന് ശ്രദ്ധിക്കണേ. അതെ, ഇവിടെ ഒരു ചുരിദാർ കാണുന്നില്ല. ചുവപ്പും നീലയിൽ സ്റ്റോൺ വർക്കുള്ള ഒരെണ്ണം. ആ, കാണാനില്ലെങ്കിൽ വെച്ചെടുത്ത് പോയി നോക്കണം. വെച്ചെടുത്ത് നോക്കിയിട്ട് തന്നെയാ കാണാനില്ലെന്ന് പറഞ്ഞത്. അതിന് ഞങ്ങൾ എന്ത് വേണം? നിങ്ങളുടെ ചുരിദാറിന് കാവല് ഞങ്ങളെയാണോ ഏൽപ്പിച്ചിരിക്കുന്നത്? കള്ളനെ കാവലേൽപ്പിക്കുന്ന പണി പണ്ടും ഞങ്ങൾ ചെയ്യാറില്ല. അതെന്താ സുധേ അർത്ഥം വെച്ചൊരു പറച്ചില്? അലക്കി ഉണങ്ങാൻ അഴയിൽ വിരിച്ചിട്ടിരുന്ന ചുരിദാറാ. ബാക്കിയെല്ലാം ഉണ്ട്, ആ ചുരിദാറ് മാത്രമില്ല. അതിന് ചിറകൊന്നുമില്ലല്ലോ പറന്നു പോവാൻ. ഇവളുടെ ചുരിദാറല്ലേ, ചിറക് കാണും. അവിടെ എങ്ങനെ താഴെ വീണ് കിടപ്പുണ്ടോന്ന് പോയി നോക്ക്. ഇനി നോക്കാൻ ഒരു സ്ഥലം ബാക്കിയില്ല. ആ, എന്നാൽ ഇനി അടുക്കളയിലും വർക്ക് ഏരിയയിലും കൂടെ ഒന്ന് നോക്ക്. വേണമെങ്കിൽ കഞ്ഞിക്കലത്തിലും കൂടെ ഒന്ന് നോക്കിക്കോ. അതെ, വലിയ കളിയാക്കലൊന്നും വേണ്ട കുഞ്ഞമ്മേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചുരിദാറാ. ഓണത്തിന് വാങ്ങിയതാ. ആകെ 2 തവണ ഇട്ടിട്ടുള്ളൂ. 1, 2 അല്ല, രൂപ 8000 വില. ഇട്ട് കൊതി തീർന്നില്ല, അപ്പോഴേക്കും ഏതൊരു കളി അടിച്ചു മാറ്റി.